ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ലക്ഷ്മണോപദേശം. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ. നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാല സാധ്യമായില്ലൊരു കർമ്മവും നിർണയം എങ്കിലും ഒന്നിരു കേൾക്കനി. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും വിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലാകിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്തുമോർക്കനി. വഗ്നി സന്തപ്ത ലോകസ്ഥാബുബിംബുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണകളസ്തമാം തദ്ദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതു പോലെ. കാലാഹിന പരിഗ്രസ്തമാം ലോകവും നാലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദിസംഗമം എത്രയും അല്പകാലസ്ഥിതം നോർക്കനി. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. നദ്യാമൊഴുകുന്ന കാട്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. ലക്ഷ്മിയുമസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്ന സമാനം കളത്ര സുഖം നൃണ അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. രാഗാദി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിച്ച് സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവ നഗര സമന്നതിൽ മൂർഖന്മാർ നിത്യം അനുവർത്തിച്ചിടുന്നു. ആദിത്യദേവൻ ഒലിച്ചിരു വേഗേന യാഗപതിയിൽ മറഞ്ഞിരു സത്വരം. നിദ്രയും വന്നിടുദയ ശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. ഇത്തം അതിഭ്രമമുള്ളോരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ്സു പോകുന്നതേതും അറിവിലമായ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാ. വാർദ്ധക്യമോടും ജരാനരയും തൊണ്ട ചീർത്തമോഹേന മരിക്കുന്നിതോ ചിലർ. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനഃ ഓർത്തറിയും നീലമായതൻ വൈഭവം. ഇപ്പോൾ അത് പകൽ, പിൽപ്പാടു രാത്രിയും, പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ പുരുഷൻ ഗതിയേതും അറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങൾ ഒന്നുമോരായികയാ. ആമകുംഭാമ്പു സമാനമായുത്തുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും നന്നു ദേഹം ശമിപ്പിക്കുമേ വരും നിർണയം. വ്യാക്രിയെ പോലെ ജരയും അടുത്തു വന്നാക്രമിച്ചിടും ശരീരം.
തീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാത്തുപാത്തുള്ളിലിരിക്കുന്നു. ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രാഹമാട്യോഹമേ ആവ്രീഡിതം കലർന്നീടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാട്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വന്മാംസരക്താസ്തി വിണ്ണൂത്രരേതസം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളോ നിരധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹന ലോകം ധരിപ്പിപ്പതിന്നു നീ. മാനസദാരു നിരൂപിച്ചതും തവ ജ്ഞാനമില്ല എന്നറിയുക നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കെ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നിതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും. ദേഹമല്ലോർക്ക് ഞാനായതാത്മാവെന്നു മോഹഹന്ത്രിയായുള്ളതു വിദ്യകേ. സംസാരകാരിണിയായത വിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്ത ചേതസാ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധ ലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയുക നീ. മുക്തിക്ക് വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധം അറിയണോ. മാതാപിതൃപ്രാതമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതും ബമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും, ക്രോധമൂലം നൃണം സംസാരബന്ധനം. ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായതു നിർണയം, വൈതരണ്യാഖ്യയാകുന്നതും തൃഷ്ണയും സന്തോഷമാകുന്ന നന്ദനന്ദനം. ശാന്തകം ശാന്തിയെ കാമസുരഭികൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ. സന്താപമെന്നാലൊരു ജാതിയും വരാം. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആനന്ദമേലേ വസിപ്പതാത്മാവുകൾ. ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി. നിർവികൽപ്പം പരം നിർവികാരം ഘനം സർവൈക കാരണം സർവജഗന്മയം. സർവൈക സാക്ഷിണം സർവജ്ഞനീശ്വരം സർവദാ ചേതസി ഭാവിച്ചുകൊള്ളുക നീ. സാരജ്ഞനായ നീ കേൾ സുഖ ദുഃഖദം പ്രാരാബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാന്തയും കൂടാതെ. കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യ സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവു തന്നോട് കർമ്മങ്ങളൊന്നു നീ പറ്റുകയില്ലെന്നാൽ. ഞാനിപ്പറഞ്ഞതെല്ലാം നീ ധരിച്ചു തൻ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം. മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരം ആനന്ദം ഉൾക്കൊണ്ടു മായാവിമോഹങ്ങൾ. മാനസത്തിങ്കൽ നിന്നാശു കളകനീ. മാനമല്ലോ പരമാപാദമസ്പദം. സൗമിത്രി തന്നോടി വണ്ണം അരുൾ ചെയ്തു സൗഖ്യമോട് മാതാവോട് ചൊല്ലിനിരാൻ. കേൾക്കണം അമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകൊല. ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുതാത്മാവിനെ അറിയാത്തവരെ പോലെ. സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴുന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനീ നീ കേവലം. ആശു 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതും ഉണ്ട് ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനീവോടും അനുഗ്രഹിച്ചിടണം. അച്ഛനെന്തുള്ളിൽ ഒന്നിച്ഛയെന്നാൽ അതിച്ഛയെന്നങ്ങുറച്ചിടണം അമ്മയും. ഭർത്തൃകർമാനുകരണമത്രേ പാതിവൃത്യനിഷ്ഠാവധൂനാമെന്നു നിർണയം. മാതാവ് മോദാലനുവദിച്ചിടുവിൽ ഏതുമേ ദുഃഖം എനിക്കില്ല നിർണയം. കാനനവാസം സുഖമായി വരും തവ മാനസേ ഖേദം കുറച്ചുവാനിടുവിൽ.
എന്നും പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃപാദാന്തികെ പ്രീതി കൈക്കൊണ്ടെടുത്തുത്സംഗസീം നിജർത്താതരാൽ മൂർത്തിനെ ബാഷ്പാഭിഷേകവും ചൊല്ലിനാൾ ആശീർവചനങ്ങൾ ആശു കൗസല്യയും ദേവകളോടിരന്നീടിനാൾ. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാത്തേ പുരുഷോത്തമാഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃത്രാരി മുമ്പായ ദിക്പാലകന്മാരേ. ദുർഗേ ഭഗവതി ദുഃഖ വിനാശിനി സ്വർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. യുദ്ധമർത്തിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പം ഗാഠം പുണർന്നുടൻ. ഈരേഴു സംവത്സരം കാനനെ വസിച്ചാരാൽ വരീകന്നനുവദിച്ചിടിനാൾ. തൽക്ഷണേ രാഘവം നത്വാ സൽഗദ്ഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാനനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാടു കേട്ടു തീർന്നു തുലോ. തൽപാദസേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയെ വിടകൊള്ളുവനെന്നുമേ മോദാൽ അതിനായി അനുവദിച്ചിടണം. സീതാപതേ രാമചന്ദ്രാദയാനിതേ പ്രാണങ്ങളെ കളഞ്ഞിടുവൻ അല്ലാകിലേണാങ്ക തുല്യവനാല് ഭൂപതേ. എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാതരാൾ പങ്കജലോചനൻ താനും നരു ചെയ്തു. വൈദേഹി തന്നോട് യാത്ര ചൊല്ലിടിനാൻ മോദേന സീതാഗ്രഹം ബുക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സുസ്മിതം ഉത്ഥാനവും ചെയ്തു. കാഞ്ചന പാത്രസ്ഥമായ തോയം കൊണ്ട് വാഞ്ചയാ തൃക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷം ഉൾക്കൊണ്ട് മന്ദസ്മിതം ചെയ്തു. സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ. ആരും അകമ്പടി കൂടാതെ ശ്രീപാദചാരണെ വന്നതുമെന്തു കൃപാനിധി. വാരണ വീരനെങ്ങ് മമ വല്ലഭാഗൗരാതപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാജലങ്കാരവും സാമന്ത ഭൂപാലരെയും പിരിഞ്ഞതീ രോമാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ. യുദ്ധം വിദേഹാത്മജ വചനം കേട്ട് പൃഥ്വിപതി സുതൻ താനും നരുൾ ചെയ്തു. തന്നിതു ദണ്ഡകാഠിന്യ രാജ്യം മമ പുണ്യം വരുത്തുവാൻ താൻ അതറിയടോ. ഞാനതു പാലിപ്പതിനാശു പോകുന്നു മാനസെ ഖേദമിളച്ചു വാണിടുക. മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാവല്ല ചൊല്ലിടിനാൾ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളമാസ്തയുണ്ടല്ലോ ഭവാന് പിതാവിനും. എന്നിരിക്കെ വനരാജ്യം തരുവതിനിന്നു തോന്നിയിടുവാൻ എന്തൊരു കാരണം. മന്നവൻ താനല്ലയോ. കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു. സത്യമോ ചൊല്ലു ഭർത്താവേ വിരവോടെ വൃത്താന്തം എത്രയും ചിത്രമോട്ടാലിതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. തൻവി കുലമൗലി മാലികെ കേൾക്കണി. മന്നവൻ കേകയ പുത്രിയാമമ്മയ്ക്ക് മുന്നമേ രണ്ടു വരം കൊടുത്തിടിനാൻ. വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിന് അന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ. ഒന്ന് ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റതും. സത്യവിരോധം വരുമെന്ന് തന്നുടെ ചിത്തെ നിരൂപിച്ചു പേടിച്ച് താതനും മാതാപിനാശു വരവും കൊടുത്ത താതൻ അതുകൊണ്ടു ഞാൻ ഇന്നു പോകുന്നു. ദണ്ഡകാരണ്യെ 14 വത്സരം ദണ്ഡം ഒഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ. നീ അതിനേതും മുടക്കം പറകൊല്ല മയ്യിൽ കളഞ്ഞു മാതാവുമായി വാഴ്ക നീ. രാഘവൻ യുദ്ധം പറഞ്ഞത് കേട്ടൊരു രാഗാശശിമുഖി താനും അരുൾ ചെയ്തു. മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നത് ഉചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്ന് ധരിക്കണം. കാകുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോട് ചൊല്ലിയിടിനാൻ.
എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്? തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോര സിംഹ വ്യാക്രസൂകര സൈരിഭ വാരണ വ്യാള പന്നൂക മൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം കൊണ്ടു ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചും ഒട്ടേറെയുണ്ടാവാം ഭയമെന്നറിഞ്ഞിടടോ. മൂലഫലങ്ങൾ കൺവമ്ല കഷായങ്ങൾ ബാലേ പുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജന പൂവാന്നപാനാദി സന്മധു ക്ഷീരങ്ങളിലൊരു നേരവും നിമ്നോന്നത ഗുഹ ശർക്കര ദുർമാർഗമെത്രയും കണ്ടക വൃന്ദവും നേരെ പെരുവഴിയും അറിയാവതെല്ലാം ആരെയും കാണുവാനുമില്ലറിഞ്ഞിടുവാൻ ശീതവാതാപീഡയും പാരമ പാദചരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കയില്ലാർക്കും അറികടോ. എന്നുടെ ചൊല്ലിനാൽ മാതാവ് തന്നെ നന്നായി പരിചരിച്ചിങ്ങിരുന്നിടുക. വാണിടുവൻ 14 സംവത്സരം ചെന്നാലതിനുടൻ ഇല്ലൊരു സംശയം. ശ്രീരാമ വാക്കു കേട്ടോരു വൈദേഹിയും ആരുടതാകേന പിന്നെയും ചൊല്ലിനാൻ. നാദാപതിവ്രതയാം ധർമ്മപത്നി ഞാൻ, ആധാരവും ഇല്ല മറ്റെനിക്കാരുമേ, ഏതുമേ ദോഷവും ഇല്ല ദയാനിധി പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ. നിന്നുടെ സന്നിധവും സന്തതം വാണിടും എന്നെ മറ്റാർക്കാനും പീഡിച്ചു കൂടുമോ? വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ലഭോജിഷ്ടം എനിക്കമൃതോപമം. ഭർത്താവ് തന്നോടു കൂടെ നടക്കുമ്പോൾ അത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും ബാഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പബാണോപമാ ഇവിടിഞ്ഞിടല. ഏതുമേ പീഡയുണ്ടാകയില്ലൻ മൂലം ഭീതിയും ഏതും എനിക്കില്ല ഭർത്താവേ. കിച്ചിൽ ദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോട് പണ്ടരുളി ചെയ്തു ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്ക് സങ്കടം ഇല്ലേതും. ഇത്തമ്പുരൈവ ഞാൻ കേട്ടിരിക്കുന്നത് സത്യമതിന്നിയും ഒന്ന് ചൊല്ലിടുവൻ. രാമായണങ്ങൾ പലതും കവീവര രാമോദമോട് പറഞ്ഞു കേൾപ്പുണ്ട് ഞാൻ. ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട്? രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാണിലോ. പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരെന്നെ ഉപേക്ഷിച്ച് താനേ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വത് ഇന്നു തന്നെ നിന്തിരുവടി തന്നാണ് എന്നിങ്ങനെ ദേവി ചൊന്നത് കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക, വൈകാതെ സങ്കടം ഇന്നത് ചൊല്ലിയുണ്ടാകേണ്ട. ദാനം അരുന്ധതിക്കായി കൊണ്ടു ചെയ്യുക നീ ജാനകി ഹാരാതി ഭൂഷണം നോക്കവേ. ഇത്തം അരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് പൃഥ്വി സുരോത്തമന്മാരെ വരുത്തുക. അത്യാദരം അരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥം അവധിയില്ലാതോളമാതരാൽ സദ്വൃത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുട്ടികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്ക് സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവ് തന്നുടെ സേവകന്മാരായ ഭൂദേവ സപ്തമന്മാർക്കും കൊടുത്തിത്. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദമഗ്നരായി മാനവനായകൻ ആശീർവചനവും ചെയ്തിതു. താപസന്മാരും ദ്വിജന്മാരും പെയ്തിടുന്നത് അശ്രുജലങ്ങളും ജാനകി ദേവിയും അൻപോട് അരുന്ധതിക്ക് ആനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൻ. ലക്ഷ്മണ വീരൻ സുമിത്രയാം അമ്മയെ തക്ഷണെ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു വന്ദിച്ചു. നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്തു തനയനും പിന്നെ ഉപദേശവാക്കും അരുൾ ചെയ്താൻ.
അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്ന് ഉറച്ചുകൾ പിന്നെ അയോധ്യയെന്നോ തീരടവിയെ. മായാവിഹീനം ഈ വണ്ണം ഉറപ്പിച്ചു പോയാലും എങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ട് ആദരവോട് തൊഴുതു സൗമിത്രിയും ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോട് ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്ത് പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമള രമ്യ കളേവരൻ രാഘവൻ. കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗദഭിരാമൻ ആത്മാഭിരാമൻ. അംബുജലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ. താതാലയം പ്രതി പോകുന്ന സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചരേണ നടക്കുന്നത് കണ്ട് ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ. കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യഹോ. കഷ്ടമെന്തിങ്ങനെ വന്നത് ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദാചരണി സഹായവും കൂടാതെ ശർക്കര കണ്ട നിമ്നോന്നിതമായത ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുക്ത മൃദുതര സ്നിഗ്ധപദങ്ങളാൽ നിത്യം വനാന്തി നടക്കുന്നു കൽപ്പിച്ച പൃഥ്വീശചിത്തം കഠോരമത്രേതുലോം. പുത്രവാത്സല്യം ദശരഥൻ തന്നോളം ആർത്തരിൽ ആർക്കുമില്ല ഇന്നലയോളവും. ഇന്നത് തോന്നുവാൻ എന്തൊരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും. കേകയപുത്രിക്ക് 2 വരം നൃപന്യേകിനാൻ പോലും അതു കാരണം രാഘവൻ പോകുന്നത് വനത്തിന് ഭരതനും വാഴ്ന്നു വന്നുകൂടും ധരാമണ്ഡലം. പോകനാമെങ്കിൽ വനത്തിനു കൂടവി രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ. ഇപ്രകാരം പുരവാസികളായ വിപ്രാദികൾ വാക്കു കേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോട് സാമോദമേവം അരുൾ ചെയ്തന്നേരം. രാമസീതാ തത്വം. രാമനെ ചിന്തിച്ചു ദുഃഖിയായി ആരുമേ. കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ. ചിത്തം തെളിഞ്ഞു കേട്ടീടുവിനേവരും. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു. താമര സാക്ഷനാമാദിനാരായണൻ. ലക്ഷ്മണനായ തനന്ദൻ ജനകജ. ലക്ഷ്മി ഭഗവതി ലോകമായാപര. മായാഗുണങ്ങളെ താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടു കൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി. ഭക്തപരായണൻ വിഷ്ണു രൂപം പൂണ്ട് നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരൻ. ആദ്യനജൻ പരമാത്മാവു സാദരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അഗ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും. വൈവസ്വതൻ മനു ഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരം അനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തതീ രാഘവൻ. പാതോനിധി മഥനെ പണ്ടു മന്ദരം പാതാള ലോകം പ്രവേശിച്ചതോ നേരം. നിഷ്ഠൂരമായൊരു കർമാകൃതി പൂണ്ട് പൃഷ്ഠേ ഗരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്ന് കൃഷ്ടിയായി തോറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ച് കാരണവാരിധി തന്നിൽ കളിച്ചതും. കാരണപുരുഷനാകമീ രാഘവൻ. നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ട് ഘോരങ്ങളായ ഹിരണ്യകശീപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും. രക്ഷാചതുരനം ലക്ഷ്മീവരൻ ഇവൻ. പുത്രലാപാർത്ഥം അതിഥിയും ഭക്തി പൂണ്ടർത്ഥിച്ച് സാദരം അർച്ചിക്ക കാരണം. എത്രയും കാരുണ്യമോടവൾ തന്നുടെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്ന അതിഭക്തനായോരു മഹാബലിയോട് ചെന്നർത്ഥിച്ചു 3 അടിയാക്കി ജഗത്രയം. സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനു ഇവൻ. ധാത്രീ സുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ
ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ. ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രി സുധാവരനായി പിറന്നിടിനാൻ. രാത്രിഞ്ചര കുലമൊക്കെ നശിപ്പിച്ചു ധാത്രി പാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആജനജൻ പരമാത്മാ പരാപരൻ വേദനല്ലാതെ വേദാന്ത വേദൻ പരൻ. നാരായണൻ പുരുഷോത്തമൻ അവ്യൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിഭിന്നത്തിന് ദേവഹിതാർത്ഥം ഗമിക്കുന്നതിന്നതിൽ കാരണം അന്ധരല്ല കൈകേകിയും ആരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാ ദേവി ജനകജാം. സൃഷ്ടിസ്ഥിതിരെ കാരിണി തന്നോട് പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ. ഇന്നലെ നാരദൻ വന്നു ചൊന്നാൽ അവൻ തന്നോട് രാഘവൻ താനും അരുൾ ചെയ്തു. നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നത് മൂലം ഗമിക്കുന്നു രാഘവൻ ഇന്നു വിഷാദം കളവിനെല്ലാവരും. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ രാമരാമേരി ജപിപ്പിനെല്ലാവരും. നിത്യവും രാമരാമേരി ജപിക്കുന്ന മക്കന്നു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനും എന്നതു നിർണയം. ദുഃഖസൗഖ്യാദി വികല്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാത്മാരകൂത്തമൻ. ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തൻ അനാകുലൻ. ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിൽ എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു. ഭക്തജനാനാം ഭജനാർത്ഥമായി വന്ന് ഭക്തപ്രിയൻ പിറന്നിടിനാൻ ഭൂതലേ. പങ്കിരഥ ഭീഷ്ടസിദ്ധാർത്ഥമായി വന്ന് പങ്ക്തി കണ്ടൻ തന്നെ കൊന്നു ജഗത്രയം. പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായി ഈശ്വരൻ. രാമവിഷയം നീ വണ്ണം അരുൾ ചെയ്ത വാമദേവൻ വിരമിച്ചോരനന്തരം. വാമദേവ വചനാമൃതം സേവിച്ച് രാമനെ നാരായണനും അറിഞ്ഞുടൻ. പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാനേവരും. രാമസീതാരഹസ്യം മുഹുരീദൃശം ആമോദപൂർവം ധ്യാനിപ്പവർക്കെല്ലാം. രാമദേവങ്കൽ ഉറച്ചൊരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം. രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്ത് ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു. താപവും തീർന്നിത് പൗരജനങ്ങൾക്ക് താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി. താപവും തീർന്നിത് പൗരജനങ്ങൾക്ക് താപസശ്രേഷ്ഠനും മോദാൽ എഴുന്നള്ളി. വനയാത്ര. രാഘവൻ താതകേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങി അരുൾ ചെയ്തു കൈകേകിയാകിയ മാതാവ് തന്നോട്. ശോകം കളഞ്ഞാലും അന്നേ മനസ്സിലെ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദം അകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടത് വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേകി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാരുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനും ഉടുത്താനതു നേരം. ലക്ഷ്മി ഭഗവതിയായ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുനാൽ പക്ഷമെന്നുള്ളൂ അതിനെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയായി ഭർതൃമുഖാംബുജം ഗൂഢമായി നോക്കിനാൾ. അങ്ങനെ ഞാനിതു ഗാഠം ഒടുക്കുന്നതെന്തുള്ളു ചിന്തയാം. മംഗലദേവതാ വല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോപരിവേഷ്ടിച്ചു. സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളും ഒക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി. കോവേന ഭർഷിച്ചു കൈകേകി തന്നോട് താവേന ചൊല്ലിനാൻ എന്തിതു തോന്നുവാൻ. ദുഷ്ടേ നിശാചരീ ദുർവൃത്ത മാനസേ
കഷ്ടമോർത്തോളം കഠോരശീലേഖലേ രാമൻ വനത്തിനു പോകണമെന്നല്ലോ താമസശീലേ വരത്തി വലിച്ചു നീ. ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം? ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തൃ ശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുകന്നേ വരൂ. ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോടേവം അരുൾ ചെയ്തു. രാജയോഗ്യം രഥം ആശുവരുത്തുക രാജീവനേത്ര പ്രയാണയാ സത്വരം. ഇത്തമുക്ത്വാ രാമഭക്താംബുജം പാർത്തു പുത്ര ആരാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമാംഗഃ ഹാ മമ പ്രാണസമാന മനോഹര. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥനുൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം തേരുമൊരുമിച്ച് നിർത്തി സുമന്ത്രനും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു. തേരിൽ കരേറുക സീരെ വിരവിൽ നീ നേരം നിനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൾ ഇന്ദിരാവല്ലഭനാകിയ രാമനും. മാനസേ ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു. താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ ബാണജാവാസി തൂണീരാദികളെല്ലാം കൈക്കൊണ്ട് വന്നിച്ച് താനും കരേറിനാൻ. ലക്ഷ്മണനപ്പോൾ സുമന്ത്രനും ആകുലാൽ ദുഃഖേന തേർ നടത്തിയിടിനാൻ ഭൂവനും. നിൽക്കെന്ന് ചൊന്നാൻ രഘുനാഥനും ഗച്ഛ ഗച്ഛേരി വേഗാൽ അരുൾ ചെയ്തിത്. നിശ്ചലമായത് ലോകവും അന്നേരം രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിത് പോതല്ലേ ശ്രീബാലവൃത്താവധി. പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ തിഷ്ട തിഷ്ട പ്രഭോ രാമാദയാനിധി. ദൃഷ്ടിക്കമൃതമായോരു തിരുമേനി കാണായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു. പ്രാണനോ പോയതല്ലോ വിധി ദൈവമേ. ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരം തേരിൽ പിറകെ നടകൊണ്ടാർ. മന്നവൻ താനും ചിരം പ്രലപിച്ചത് ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൻ. എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നുടെ മാതൃദേഹത്തിങ്കലാക്കുവിൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയം എന്നത് കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനോരന്നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിത്. പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൻ കിന്നയായി മേവുന്ന കൗസല്യ തന്നോടും. ശ്രീരാമനും തമസാ നദി തന്നെ തീരം ഗമിച്ചു വസിച്ചു. നിശാമുഖേ പാനീയമാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടു നിരാഹാരനായൊരു വൃക്ഷമൂലെ ശയനം ചെയ്തുറങ്ങിനാൻ. ലക്ഷ്മണൻ വില്ലുമമ്പം ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലൻ. പൗരജനങ്ങളും ചെന്നരികെ പൊക്കു ശ്രീരാമനെ എന്ന് കൊണ്ടുപോയി കൂടായിൽ. കാനനവാസം നമുക്കും അന്നേ വരും മാനസത്തിങ്കൽ ഉറച്ചു മരുവിനാർ. പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനും നുള്ളിൽ നിരൂപിച്ചു. സൂര്യനുദിച്ചാലയക്കെഴുമില്ലിവർ കാര്യത്തിനും വരും വിഘ്നമെന്നാലിവർ ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിത് ബോധമില്ലിപ്പോൾ. ഇനിയുണരും മുമ്പേ പോകനാം ഇപ്പോഴേ കൂട്ടുക തേരെന്ന് രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും. വേഗേന തേരും ഒരുമിച്ചിതന്നേരം രാഘവന്മാരും ജനക തനൂജയും തേരിലേറിയിടിനാരേതും അറിഞ്ഞിട പൗരജനങ്ങളന്നേരം. സുമന്ത്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടത് തെറ്റെന്ന് തെക്കോട്ട് തന്നെ നടകൊണ്ടു. ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേന്നാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടീല രാമനെ എന്ന് കരഞ്ഞടി കുണ്ഠിതന്മാരായി പുരീവുക്കുമേവിനാൻ. സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടും ഇടചേർന്ന് ചിത്തശുദ്ധ്യാ വസിച്ചിടിനാരേവരും. മംഗലദേവതാ വല്ലഭൻ രാഘവൻ ഗംഗാതടംബുക്കു ജാനകി തന്നോടും
മംഗലസ്നാനവും ചെയ്തു സഹാനുജം ദാശരഥിയും വിദേഹതനുജയും ശിഞ്ചിപാമൂലെ സുഖേന വാണിടിനാർ.